ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 2026 ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സെറ്റിംഗ്സിൽ. അതായത് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്ത ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നത്. ഇനി പഴയ മെത്തേഡിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ പുതിയ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള അക്കൗണ്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരു സ്റ്റെപ്പ് മിസ്സായാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത ശേഷം ഉടനെ പോയിട്ട് അത് ഡിലീറ്റ് ആയോ എന്ന് ലോഗിൻ ചെയ്ത് നോക്കരുത്. അതായത് ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി തന്നെ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ശേഷം 90 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ആവുള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ സെർവറിൽ നിന്ന് റിമൂവ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത ശേഷം 90 ഡേയ്സ് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യാതിരിക്കുക കേട്ടോ. വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് നോക്കാം. സോ ഇതിനായി ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഇന്റർഫേസിലൂടെ താഴെ പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ലൈൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് അക്കൗണ്ട് സെന്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് സെന്ററിലുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പഴയ മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സെറ്റിംഗ്സ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. വളരെ ശ്രദ്ധിച്ച് കാണുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ട് സെന്ററിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊക്കെ ഉണ്ടാവും. സോ അതിന് താഴെയായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ മാനേജ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് താഴെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന് തൊട്ട് മേലെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കാണുന്നുണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് ഈസ് പെർമനന്റ് എന്നുള്ളത്. സോ ജസ്റ്റ് അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവർ അക്കൗണ്ട് ഇൻഫോ വിൽ ബി ഡിലീറ്റഡ് എന്ന് കാണും. സോ ജസ്റ്റ് അതൊന്ന് കണ്ടിന്യൂ കൊടുക്കുക. അത് കണ്ടിന്യൂ കൊടുത്താൽ ജസ്റ്റ് ഇവിടെ റീസൺ ആണ് കൊടുക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റീസൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഓൺ ഇൻസ്റ്റാഗ്രാം എന്നുണ്ട്. സോ കുറച്ച് ഇൻഫർമേഷൻസ് പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെയും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെയും ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. സോ ജസ്റ്റ് ഇത് ഇവിടെയും കണ്ടിന്യൂ കൊടുക്കുക. ഇത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഒരു പാസ്വേഡ്, നിങ്ങളുടെ അക്കൗണ്ട് പാസ്വേഡ് എന്താണ് അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ലെങ്കിൽ തൊട്ട് താഴെ ഫോർഗോട്ടൺ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത ശേഷം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഫൈനൽ സ്റ്റെപ്പ് ആണ്. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.